ഹേലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വ്ളോഗ് എടുക്കാം. അപ്പോൾ നമ്മളിന്ന് കുഞ്ഞിയുടെ അടുത്താണ് കേട്ടോ. കുഞ്ഞിയുടെ അടുത്ത് നമ്മളിന്ന് കുമ്പളപ്പം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കുമ്പളപ്പം ചിറ്റ ഉണ്ടാക്കി തരും. അപ്പോൾ ഞാനും കുഞ്ഞി തേങ്ങ തിരുമ്പുകയാണ്. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഞാനും കുഞ്ഞിയും ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ആദ്യം തേങ്ങ തിരുമ്പാൻ വേണ്ടിയിട്ട്, അവളാണ് തേങ്ങ തിരുമ്പുന്നത്, ഞാൻ ഇങ്ങനെ ചുമ്മാ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കും. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ പേരിൽ അത്ര ഡീസൻ്റായിട്ടൊക്കെ ഇരിക്കുന്നതാണ്. അവളത് തേങ്ങയൊക്കെ തിരുമ്മി വരുമ്പോഴത്തേന് നമുക്ക് അതിനുള്ള ബാക്കി മിക്സ് തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ വരിക്കച്ചക്കയാണ് കേട്ടോ. വരിക്കച്ചക്ക എടുക്കണം. കൂഴച്ചക്കയുടെ നമ്മൾ നീരെടുക്കുന്നത്. നീര് മീൻസ് എന്തായാലും പറയാം, നമ്മളിങ്ങനെ ഒരച്ചതിൻ്റെ ഒരു ചാറെടുക്കില്ല, ആ ചാറ് അങ്ങനെ എന്തോന്ന് പറയാം, അതും കൂടെ എടുത്ത് മിക്സ് ആക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വരിക്കച്ചക്ക എടുത്ത് വരിക്കച്ചക്കയും ശർക്കരയും നമ്മൾ വരിക്കച്ചക്ക നമ്മൾ ഉള്ളതുകൊണ്ട് കേട്ടോ വരിക്കച്ചക്ക എടുക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ കൂഴിച്ചക്കയുടെ ആ ഒരു ഇതാണല്ലോ മതി. പിന്നെ വരിക്കച്ചക്ക ഇതും ഒക്കെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ചിറ്റതാ ഇതൊക്കെ അരിഞ്ഞ് ഞാൻ അതിൻ്റെ പുറകെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തത്. കുഞ്ഞി അവിടെ തേങ്ങ തിരുമുന്നു, ഞാനിവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കിടക്കുകയാണ്. പിന്നെ കുഞ്ഞിയുടെ തേങ്ങായും കൂടി ഇട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യും. ഇനി നമ്മളിതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വേവിക്കാൻ വെക്കും. വെള്ളം മാത്രമേ നമ്മളിതിനകത്ത് ചേർക്കുന്നുള്ളൂ. ഇപ്പം വേറെ എക്സ്ട്രാ നമ്മൾ വെള്ളം അങ്ങനെയുള്ള ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ ഇതിന് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നത്, അല്ലാതെ നമ്മൾ വെള്ളമൊക്കെ വെച്ച് കുഴയ്ക്കും. ഇതിപ്പോൾ ഞാൻ ചുമ്മാ എന്തൊക്കെയൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഞാൻ നല്ല വീഡിയോ എടുക്കുന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഓക്കെ, അപ്പോൾ അത് റെഡിയാക്കാം. പിന്നെ നമ്മളത് അടുപ്പേ വെക്കാനായിട്ട് പോകണത്. ഞാൻ വലിയ ഗെറ്റപ്പ് കാണിച്ച് പോകുന്നുണ്ട്, ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്, അത് വേറെ കാര്യം. ഓക്കെ, നമ്മൾ നേരെ അടുക്കളയിലോട്ട് ചെന്നു. അതിനെ അടുപ്പേ വെക്കണം. പിന്നെ ഞാനത് ഇളക്കാനൊക്കെ ഓടുന്നതായിരുന്നു കേട്ടോ, അതിൻ്റെയൊക്കെ പുറകെ കാണിക്കാം. പിന്നെ അതിൽ നിന്ന് ഞാൻ കുറച്ച് ചക്കയും ശർക്കരയൊക്കെ ഞാൻ പറക്കി തിന്ന് കേട്ടോ. അതൊക്കെ എങ്ങനെയാണല്ലോ, നമ്മൾ വരിക്കച്ചക്ക നമുക്ക് അധികം അങ്ങനെ കിട്ടാറില്ലല്ലോ. വരിക്കച്ചക്ക എവിടെ കിട്ടിയാലും ഒരു ആക്രാന്തമാണെന്ന് കണ്ടു കഴിയുമ്പോൾ. ഓക്കെ, നമ്മളത് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് നമ്മളതിനെ അടുപ്പേ വെക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പഴവും കൂടെ അരിഞ്ഞിട്ട് കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ നമ്മൾ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് പഴവും കൂടെ നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിതാ അടുപ്പയിലോട്ട് വെക്കാൻ പോവുകയാണ് കേട്ടോ. അടുപ്പയിൽ വെച്ച് നമ്മളത് നല്ലപോലെ ഇളക്കണം. നമ്മൾ അടുക്കി പിടിക്കാതെ, ഗ്യാസാണ് പെട്ടെന്നായിരിക്കും അടുക്കി പിടിക്കുന്നത്. അപ്പോൾ അടുക്കി പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം, കുറേ ഇളക്കി കൊടുക്കണം. സംഭവം ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. വരിക്കച്ചക്ക ആകുമ്പോഴത്തേന് വേഗം കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ ശർക്കരയൊക്കെ ഉരുകണമല്ലോ, അത്ര ആ ഒരു ടൈം നമ്മൾ കൊടുത്താൽ മതി. പിന്നെ ഇതൊക്കെ എനിക്ക് ചിറ്റ പറഞ്ഞു തന്നിട്ട് ഇതൊന്നും എനിക്കറിയാൻ പാടില്ല, അത് വേറെ സത്യം. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ ഇളക്കി ഒരു പരുവായി കേട്ടോ. അത് ഏകദേശമൊക്കെ ആയപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് ചിറ്റ ഏലക്കയോ ജീരകമോ എന്തൊക്കെയോ തപ്പിയെടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അപ്പച്ചമ്പ് കഴുകാൻ പോയി കേട്ടോ. അപ്പച്ചമ്പ് നമ്മൾ അത് വെക്കണമല്ലോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്തിനാണ് ഞാൻ എടുത്ത് വെച്ചത് എനിക്കെന്നറിയില്ല. പിന്നെ ലോങ് വീഡിയോ ആണല്ലോ, ഞാൻ ആദ്യമായിട്ട് ഇടുന്ന ലോങ് വീഡിയോ ആണ്, കുറച്ച് വിഷ്വൽസൊക്കെ ഇരിക്കട്ടെ. പിന്നെ നമ്മളിത് ആ ഇലയൊക്കെ ക്ലീൻ ചെയ്യാനിരുന്നു കേട്ടോ. നമ്മൾ ആ കുമ്പിൾ കുത്തുന്ന ആ ഒരു ഇലയുണ്ടല്ലോ, അത് നമ്മളല്ല, അവൾ മാത്രമാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഞാനൊരു പ്രോത്സാഹനം. അപ്പോൾ ചിറ്റതാ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, നമ്മൾ ആ അടുപ്പിൽ വെച്ച് വേവിച്ച ആ മിക്സിനകത്തോട്ട് ഗോതമ്പൊടി ഇട്ട് ഇളക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ മിക്സ് തയ്യാറാക്കുന്നത്. പിന്നീട് അതിലോട്ട് ജീരകം, ഏലക്ക പൊടിച്ചത്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വേണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ മിക്സ് ആക്കും. നമ്മുടെ മിക്സിങ് പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് നമ്മളിതിലോട്ട് കൂഴച്ചക്കയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതായത് ചാറ് നമ്മളത് മിക്സ് ആക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ ആ ഒരു കൂഴച്ചക്ക അതിൻ്റെ കുരുവൊക്കെ എടുത്ത് നമ്മൾ മാറ്റിയതിന് ശേഷം നമ്മൾ ഒരു കിഴുത്തുള്ള പാത്രത്തിലോ എന്തെങ്കിലും വെച്ച് നമ്മളത് നമ്മൾ ഉരച്ച് അതിൻ്റെ ചാറ് പോലെ വരുമല്ലോ. അപ്പോൾ അത് നമ്മൾ അടുപ്പയിലോട്ട് വെച്ച് ചൂടാക്കി നമ്മളത് കുപ്പിയിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അങ്ങനെയാണ് അത് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ വേറെ വെള്ളമൊന്നും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടേ ഇല്ല. ഈ ഉണ്ടാക്കുന്ന മൊത്തം മിക്സ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചക്കപ്പഴം കൊണ്ടാണ്. ആ ഒരു ഫ്ലേവർ ഭയങ്കര ഒരു ഹൈ ആയിട്ട് നിൽക്കുമല്ലോ, അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. വെള്ളമൊന്നും ചേർക്കാനുള്ള സോഫ്റ്റ് ആകും, പഴമൊക്കെ ചേർത്തുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ ആ ഇലക്കകത്ത് കുമ്പിൾ കുത്തി നമ്മൾ ഫില്ല് ചെയ്ത് അടുപ്പിൽ വെക്കും. അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ വിഷ്വൽസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കാണുന്നില്ല, മിസ്സായിപ്പോയി. സംഭവം റെഡി ആയിട്ടുണ്ട്, നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചൂടോടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഒരു മധുരം നമുക്ക് ഫീൽ ആവില്ല. നമ്മളത് അതിൻ്റെ ഒരു ആക്ച്വൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തണുത്ത് ഇതാവണം. ഞാനത് ചൂടാവണം കേട്ടോ, ഞാനിത്ര പതുക്കെയൊക്കെ അത് ഇതാക്കുന്നത്. നല്ല ഭയങ്കര സോഫ്റ്റും ഭയങ്കര ടേസ്റ്റാണ്. ആ ചക്കപ്പഴം മാത്രം പഴമൊക്കെ ഇട്ടുകൊണ്ട് ഭയങ്കര സോഫ്റ്റാണ്. പ്രത്യേകിച്ച് ചക്കപ്പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട്, നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ
ഭയങ്കര ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് നോക്കും, ഞാനത് ഞെക്കി ഞെക്കി കാണിക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റായിരുന്നു, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല, ഭയങ്കര സോഫ്റ്റായിരുന്നു. പിന്നെ ഞാനത് ഊതിയൊക്കെ കഴിക്കുന്നുണ്ട്. ആ ചൂടോടെ തന്നെ ഞാനത് കഴിക്കണം. എനിക്കത് അതിൻ്റെ ചൂട് പോകാനുള്ള ക്ഷമ എനിക്കില്ല. അതുകൊണ്ട് ഞാനത് ചൂടോടെ തന്നെ അത് കഴിച്ചു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ.